ഹായ് ഗായ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ ഇന്നെന്ന് പറഞ്ഞാൽ എന്നും തുടങ്ങുന്നത് ഇന്നല്ല. ഇതിനൊരു മാറ്റമില്ലല്ലോ. അപ്പോൾ ഞാനാണെങ്കിൽ കുറച്ച് എന്താ പറയുക, നമ്മൾ ഗാർഡനിൽ ഒരു ഓറഞ്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്, ഓറഞ്ച് ട്രീ. അപ്പോൾ ഇത് ആക്ച്വലി ഹാർഡി ഓറഞ്ച് ആണെന്നാണ് ഇവർ പറയുന്നത്. ഓറഞ്ച് സാധാരണ മരം ഫ്രോസ്റ്റ് ഉള്ളപ്പം ചത്തുപോകും, അത് നിൽക്കില്ല. അപ്പോൾ യു കെയിൽ അങ്ങനെ ഓറഞ്ച് വെക്കണമെങ്കിൽ ഈ ഓറഞ്ചറി നമ്മളിങ്ങനെ ഗ്ലാസ് ഹൗസിനകത്താണ് സാധാരണ വളർത്തുക. അപ്പോൾ ഇത് ഹാർഡിയാന്ന് പറഞ്ഞിട്ടാണ് ഞാൻ വാങ്ങിച്ചത്. പക്ഷെ അത് കഴിഞ്ഞ് ഹാർഡിയാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. H3 വരെ ഹാർഡി ഉള്ളൂ എന്ന് തോന്നുന്നു. അപ്പോൾ അതായത് -5°C വരെ എന്തോ ആണ് ഹാർഡി ആയിട്ടുള്ളത്. അപ്പോൾ ഇവർ ഹാർഡി എന്നൊക്കെ പറഞ്ഞാൽ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊക്കെ വായിച്ചപ്പോഴാണ് മനസ്സിലായത്, ചെറിയ പീരീഡിലേക്കൊക്കെ ഇത് ഫ്രോസ്റ്റ് സസ്റ്റെയിൻ ചെയ്യത്തുള്ളൂ. അതായത് ലോങ് വിൻ്റർ മൊത്തം ഒന്നും ഇവർ ഇത് ഫ്രോസ്റ്റ് സസ്റ്റെയിൻ ചെയ്യത്തില്ല. അന്നേരം എന്തായാലും 10-60 കൊണ്ട് കൊടുത്ത് ഒരു ഓറഞ്ച് വാങ്ങിച്ചു. അതിലാണെങ്കിൽ അത്യാവശ്യം ഓറഞ്ചൊക്കെ ഉണ്ടായി നന്നായിട്ട് നിൽക്കുക. പക്ഷേ ഇത് ചെറുതുമാണ്. അപ്പോൾ ഇവർ പറയുന്നത് കുറച്ചൊന്ന് വലുതായി മരം ഇത്തിരി സ്ട്രോങ് ആയതിനു ശേഷം കുറച്ചും കൂടെ ഒക്കെ അത് നിൽക്കുമെന്ന്. അപ്പോൾ ഞാനാണെങ്കിൽ വാങ്ങിച്ച സമയത്ത് ഞാൻ പറഞ്ഞതാണ് അതിനെ ചട്ടിക്കകത്ത് വെക്കാം. അങ്ങനെയാണ് പിന്നെ അകത്ത് കയറ്റി വെക്കായിരുന്നു. പക്ഷെ നമ്മൾ മണ്ണിലാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ തൽക്കാലത്തേക്ക് ഫ്രോസ്റ്റും ഹീറ്റും ഒക്കെ പ്രൊട്ടക്ഷന് വേണ്ടി മൾച്ചൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആദ്യം ഞാൻ വിചാരിച്ചിരുന്ന ഒരു ഗാർഡൻ ഫ്ലീസ് ഇടാമെന്നായിരുന്നു വിചാരിച്ചിരുന്നത്. ഹോർട്ടിക്കൾച്ചർ ഫ്ലീസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം കിട്ടും. അതിങ്ങനെ ഒരു PVC ഒരു തുണി പോലെ ഇരിക്കും. പേപ്പർ ബാഗൊക്കെ ഇല്ലേ, പേപ്പർ ബാഗല്ല, ഇങ്ങനെ ഒരു ലൈറ്റായിട്ടുള്ളൊരു തുണി പോലെ ഇരിക്കും. അപ്പോൾ അത് ആദ്യം വാങ്ങിച്ചിടാമെന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷെ അത് അങ്ങ് എന്താ പറയുക, പിന്നെ ഞാൻ അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചപ്പോൾ ഈ ഫ്ലീസ് ഒന്നും ഇതിന് മതിയാവില്ല. കാരണം ഫ്ലീസ് ഒരു 2-3 ഡിഗ്രിയൊക്കെ കൂട്ടത്തുള്ളൂ. ഇപ്പം നമുക്കൊരു -7, -8 ഒക്കെ വരും, ഇവിടെ -10 ഒക്കെ വരാറുണ്ട്. അപ്പം അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഇത് ചത്തുപോകും. അപ്പോൾ അതിൻ്റെ കൊണ്ട് ഞാൻ പിന്നെ ഇങ്ങനെ നോക്കിയപ്പോൾ നിലത്തുമാണ് നിൽക്കുന്നത്. എനിക്കിപ്പോൾ ഇതിനെ കയറ്റി നമ്മുടെ കൺസർവേറ്ററിയിലൊന്നും വെക്കാനും പറ്റില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ ഓറഞ്ചിന് കുറച്ചും കൂടെ എയർ വേണം. അപ്പം നമ്മൾ മസ്റ്റായിട്ടും സമ്മറിന് ഇതിനെടുത്ത് പുറത്ത് വെക്കുകയും വേണം. അപ്പോൾ പിന്നെ നോക്കിയപ്പോൾ ഒരു ഓപ്ഷനായിട്ട് കണ്ടത് നമ്മളുടെ ഗ്ലാസ് ഹൗസ്, ഇത് ഗ്രീൻ ഹൗസ് ഉണ്ടല്ലോ. അപ്പം ചില്ലിൻ്റെ ഒക്കെ ഗ്രീൻ ഹൗസ്, ഗ്ലാസ് കൊണ്ടുള്ള ഗ്രീൻ ഹൗസൊക്കെ ഒരുപാട് വലിയ സൈസിലുമാണ് വരുന്നത്. ഇതിന് ഭയങ്കര കോസ്റ്റുമാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ PVCൻ്റെ ഒരെണ്ണം. അപ്പോൾ എനിക്ക് ഇങ്ങനെ തട്ടായിട്ടുള്ള ഗ്രീൻ ഹൗസ് വേണ്ട. കാരണം എനിക്ക് ഒരു മരത്തിനെ മാത്രമാണല്ലോ ഇതിനകത്ത് നിർത്തുന്നത്. അങ്ങനെ ഞാൻ കുറേ തപ്പി ഒരു ഗ്രീൻ ഹൗസ് ഞാൻ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് PVCൻ്റെ. അപ്പോൾ അത് ഇന്നലെ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സാറ്റർഡേ ആണ്. ഞാൻ അതിനെ ഇന്നങ്ങ് അസംബിൾ ചെയ്യാൻ പോവുക. കാരണം ഇനിയിപ്പം സെപ്റ്റംബർ പകുതിയായില്ലേ, ഇനിയിപ്പോൾ ഒക്ടോബറൊക്കെ ആകുമ്പോഴേക്കും നമുക്കിവിടെ ഒക്ടോബർ അവസാനമൊക്കെ ആകുമ്പോഴാണ് ശരിക്കും ഇവിടെ ഫ്രോസ്റ്റ് വരുന്നതെന്നാണ് പറയുന്നത്. അപ്പം നോക്കണം അതിൻ്റെ ഈ വർഷത്തെ എന്നാണ് ഫ്രോസ്റ്റ് ഫോർകാസ്റ്റ് ഉള്ളതെന്ന്. അപ്പം അതിന് മുമ്പ് നമുക്കിതിനെ ഒന്ന് ഗ്രീൻ ഹൗസിൽ കയറ്റാമെന്നുള്ള രീതിയിൽ നമുക്ക് ഗ്രീൻ ഹൗസ് പണിയണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഗ്രീൻ ഹൗസിൻ്റെ സംഭവം എല്ലാം വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ആദ്യം അസംബിൾ ചെയ്യണം. ഞാൻ അതിനെ അസംബിൾ ചെയ്യാനുള്ള പരിപാടിയാണ്. നിലത്തെടുത്ത് വലിച്ചു വാരി ഇട്ടിട്ടുണ്ട്, കാണാവോ? അപ്പോൾ ഇതിനെ അസംബിൾ ചെയ്യണം. ഇതിന് വലിയ ഇൻസ്ട്രക്ഷൻ ഒന്നുമില്ല, ആകെ ഒരു പേജാണ് വന്നിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഇതിൽ ഞാൻ ആകെ 25 പൗണ്ടെങ്ങാണ്ടേ കൊടുത്തിട്ടുണ്ടായിരുന്നു. സെയിൽ എന്തുമായിരുന്നു. പിന്നെ ഇത് ചെറുതുമാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഉണ്ടാക്കിയിട്ട് പുറത്ത് കൊണ്ട് വെക്കാനുള്ള സ്ഥലം ഞാൻ കാണിക്കാം കേട്ടോ. ഈ PVCയുടെ ഗ്രീൻ ഹൗസ് വാങ്ങിച്ച് വെക്കുമ്പോൾ അതിൻ്റെ മെയിനായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഭയങ്കര കാറ്റായിരിക്കും. UK പ്രത്യേകിച്ച് കാറ്റ് ഒത്തിരി കൂടുതലാണ്. വിൻ്ററിലൊക്കെ ഭയങ്കര കാറ്റുണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ഇത് പറന്ന് പൊളിഞ്ഞു പോകും. അതാണ് ഇവിടുത്തെ മെയിൻ പ്രശ്നം. അപ്പം ഇവനാണ് നമ്മളുടെ താരം. അപ്പോൾ ഇതുണ്ടോ, ഇത് നമ്മൾ വാങ്ങിച്ചപ്പോൾ തന്നെ ഇതിൽ ഡാഡി ലോങ് ലെഗ്സ് ഒക്കെ വരുന്നുണ്ടല്ലോ. കണ്ടോ, ഇതിൽ ഈച്ചയൊക്കെ വരുന്നുണ്ട്. ഇതാണ് നമ്മൾ വാങ്ങിച്ചപ്പോൾ. ഇത് കുഞ്ഞായിരുന്നേ. അപ്പോൾ ഇത് വളർന്നു. ഇപ്പോൾ 2 ഓറഞ്ചൊക്കെ ഉണ്ട് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിപ്പോൾ ഇത്രയും വളർന്നിട്ടുണ്ട്. പിന്നെ ഇതിൽ 2-3 എണ്ണമൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആകെ വിഷമം, ഇവിടെ ഒരെണ്ണം ഉണ്ട്, അതിൽ നിറച്ച് എന്തൊക്കെയോ പൂപ്പൽ പോലെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരെണ്ണം ഉണ്ട്, കണ്ടോ, ഇത് പോയി അത് കേടായി, ഇതും പോയി, രണ്ടും കേടായി പോയി. പോട്ടെ. നമ്മൾ ഒത്തിരി ഇപ്പോൾ ഇത് കുഞ്ഞല്ലേ, അപ്പോൾ ഇതിൻ്റെ വളരാനുള്ള എനർജിയാണ് ശരിക്കും കായ എടുക്കുന്നത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യങ്ങളിലൊക്കെ നമ്മൾ എന്താ പറയുക, ഇതിൻ്റെ പൂവ് നുള്ളി കൊടുക്കുവാണെങ്കിൽ മരം പെട്ടെന്ന് വളരുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഞാൻ കുറേ പൂവ് നുള്ളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ നുള്ളാതെ നിന്നതാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ഇതിന് അത്ര എനർജി ഇപ്പോൾ തൽക്കാലം ഇല്ല. അതുകൊണ്ടാണ് ഇത് പോകുന്നത്.
ഇപ്പം നമ്മൾ അത്യാവശ്യം ഞാനിതിനെ നന്നായിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. അപ്പോൾ ഇതിനെ എനിക്ക് ഇവിടെ അത് ഈ പോർഷൻ ഉണ്ടല്ലോ, ഈ പോർഷൻ എനിക്ക് ഗ്രീൻ ഹൗസിനുള്ളിൽ വേണം. അതാണ് ഐഡിയ. അപ്പോൾ ഞാൻ തിരിച്ച് നമ്മളുടെ വീടിനകത്ത് എത്തിയിട്ടുണ്ട്. അതൊക്കെ എൻ്റെ അടുത്ത് എളുപ്പമുണ്ട്. അപ്പോൾ നമുക്കിതിനെ പതിയെ അങ്ങ് ബിൽഡ് ചെയ്യാം അല്ലേ. അപ്പോൾ എനിക്കാണെങ്കിൽ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ പറ്റുന്നത്രയും ഇത് ബിൽഡ് ചെയ്യുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ നോക്കാം. ഒന്നുമില്ല, എല്ലാം കിട്ടുമെന്നൊക്കെ നോക്കാം. അപ്പോൾ ഇതാണ് സാധനം. കണ്ടോ, ഔട്ട് സണ്ണി എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ ഇതിനങ്ങനെ ഇവിടെ ഷെൽഫ്സ് ഒന്നുമില്ല. നോർമലി വരുന്ന ഇതിനെല്ലാം ഇങ്ങനെ നമുക്ക് എന്താ ചട്ടി വെക്കാൻ വേണ്ടിയിട്ട് ഷെൽഫ്സ് ഒക്കെ ഉണ്ടാവും. ഇത് ഷെൽഫൊന്നുമില്ല, പ്ലെയിൻ ആണ്. അപ്പോൾ എൻ്റെ ഒരു പ്ലാൻ എന്ന് പറയുന്നത് എൻ്റെ ചെടി ഏകദേശം ഇതിൻ്റെ നടുക്കായിട്ട് വരുന്ന പോലെ, എൻ്റെ മരം ഇങ്ങനെ നടുക്കായിട്ട് വരുന്ന പോലെ ചെയ്യാനുള്ളതാണ്. അപ്പം എന്താണ്, ഇൻ കേസ് ഇത് മതിയാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ എനിക്ക് ഇതിനകത്ത് ഒന്നെങ്കിൽ ബബിൾ റാപ്പ് ഇടാം, അല്ലെങ്കിൽ ഫ്ലീസ് ഇടാം. അപ്പോൾ എനിക്ക് ഡബിൾ ലെയർ പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അതൊരു നല്ല ഓപ്ഷനായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ ചെയ്യാനായിട്ടുള്ള പ്ലാനിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം നമുക്ക് പതിയെ അസംബിൾ ചെയ്താലോ. ഇതിനകത്ത് ആദ്യത്തെ ഇവർ നമുക്ക് തന്നിരിക്കുന്നതിനകത്ത് എന്തൊക്കെ പാർട്സ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതുണ്ടോ, ഇങ്ങനത്തെ കുഴൽ പോലത്തെ സാധനങ്ങളുണ്ട്. അത് കുഴൽ പോലെ, അതായത് രണ്ട് സൈഡും ഒരേപോലെയുള്ളത് 4 എണ്ണമുണ്ട്. ഇവർ പറഞ്ഞിരിക്കുന്നതിനകത്ത് 1-4 ടൈംസ് അതുണ്ട്. ഇത് തുറന്നു പോയി. ഇപ്പം എനിക്കിപ്പോൾ ഏതിനകത്താണെന്ന് അറിയത്തില്ല. ഇത് ഓപ്പൺ ആയിപ്പോയി. ഇങ്ങനെ കവറിൽ നമ്പർ ഇട്ടായിരുന്നു തോന്നുന്നില്ല, അത് ഓപ്പൺ ആയിപ്പോയി. അപ്പോൾ ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നില്ല ഏതിനകത്തായിരുന്നു. 4ഉം 3ഉം ഞാൻ താഴോട്ടാക്കി പറ്റിയത് ഓപ്പൺ ആയിപ്പോയി. രണ്ടും കണ്ട ഒരുപോലെ ഇരിക്കുകയും ചെയ്യും. ഓക്കെ, ഇത് ഓക്കെ, ദിസ് ഈസ് 4. അതിന് പടത്തിനകത്തൊരു കുണുക്ക് പോലെ ഉണ്ട്. അപ്പോൾ ഇത് 4, അതിൻ്റെ 4 എണ്ണമുണ്ട്. 4 നമുക്ക് അത് ഓരോന്നും തിരിച്ച് തുറന്നു പോയത് തിരിച്ചകലിടാം. അപ്പോൾ നമുക്ക് ഈസി ഉണ്ടല്ലോ. ഇതൊക്കെ ഉണ്ടാവും, ഒരു ഡിഫറൻസ് ഉണ്ട്. ഒരു കുലുക്ക് പോലെ ഉണ്ട്. അത് 4. അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്പേർഡായിട്ട് ഇതിൻ്റെ പോൾസ് എല്ലാം ഒരു നമ്പറാക്കി അതിനെ സെപ്പറേറ്റ് കവറിലാക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. അതിൻ്റെ പക്ഷേ ഒരു സൈഡ് തുറന്നിരുന്നുകൊണ്ട് ഞാൻ തുറന്നപ്പോൾ എല്ലാം കൂടെ പ്രത്യേകം നമുക്ക് തിരിച്ച് അതിനകത്ത് തന്നെ എടുത്തിടാം. അത് നമുക്ക് ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈസിയാവും. ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ അസംബിൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ നോക്കേണ്ടത്, നമുക്കിതൊരു പാർട്സ് ലിസ്റ്റ് തരുമ്പോൾ ഉണ്ടാവും. അത് എല്ലാം ഉണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കുക. നമ്പറെല്ലാം കറക്റ്റാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കി എല്ലാം തീർന്ന് കഴിയാറാകുമ്പോൾ ഒരു പാർട്ടില്ല. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ തിരിച്ചു കൊടുക്കണമല്ലോ. അത് അല്ലെങ്കിൽ അവർ നമുക്ക് ആ പാർട്ടി തന്നെയായിട്ട് അയച്ചു തരുമോ, തിന്നാൽ വളരെ കുറവായിരിക്കും. നമ്മൾ തിരിച്ചു കൊടുക്കണമായിരിക്കും. അപ്പം നമുക്ക് പാർട്ടില്ലെങ്കിൽ പിന്നെ നമ്മളിത് മുഴുവൻ തിരിച്ച് അഴിച്ചിട്ട് വേണ്ടേ വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ ഇതെല്ലാം ചെക്ക് ചെയ്ത് നമുക്ക് എല്ലാ പാർട്സും ഉണ്ടെന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഈസിയാണ്. നമുക്ക് എല്ലാം ഉണ്ടെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബിൽഡ് ചെയ്താൽ മതി. ആദ്യം തന്നെ നമ്മൾ പാർട്സ് എല്ലാം നമുക്ക് കറക്റ്റ് നമ്പേഴ്സ് ഉണ്ട്, അതൊന്നും ബ്രോക്കൺ ആയിട്ടില്ല എന്ന് നമുക്ക് വെരിഫൈ ചെയ്തതിന് ശേഷമേ ബിൽഡ് ചെയ്യാൻ തുടങ്ങാവുള്ളൂ. അല്ലെങ്കിൽ പണി കിട്ടും. നമുക്കിങ്ങനെ പല പല വെറൈറ്റീസിലുള്ള പോൾസ് ഉണ്ട്. ഈ പോൾസിനെല്ലാം ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ ജോയിൻസ് ഉണ്ട്. അപ്പം എല്ലാത്തിൻ്റെ നമ്പർ ഞാൻ എണ്ണി നോക്കി, എനിക്ക് കറക്റ്റ് നമ്പർ ഉണ്ട്. എല്ലാ ടൈപ്പിലുള്ള പോൾസും എല്ലാ ജോയിൻസും, ഈ ഒരു ജോയിൻറ്റ് മാത്രമേ ഉള്ളൂ, ഇതെല്ലാം എനിക്ക് കറക്റ്റ് നമ്പർ ഉണ്ട് എന്ന് ഞാൻ കൺഫേം ചെയ്തു. ഇനി നമുക്ക് പതിയെ ഉണ്ടാക്കാം. ഇതെനിക്കും ചിലപ്പോൾ ഇതൊക്കെ യൂസ്ഫുൾ ആകുമായിരിക്കും. ഇതൊക്കെ ഒരു ബെസ്റ്റ് പ്രാക്ടീസ് ആണല്ലോ അല്ലേ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ പാർട്സ് എല്ലാം ഉണ്ടെന്ന് കൺഫേം ചെയ്തു. അപ്പോൾ എനിക്ക് 8 പാർട്ടാണ് ഉള്ളത്. അതിൽ 1, 2, 3, 4 ഡിഫറെൻറ്റ് ടൈപ്പ് പോൾസും ഒരു ജോയിൻറ്റ്, 6 ഡിഫറെൻറ്റ് ടൈപ്പ് പാർട്സ് ഉണ്ട്. അതിൽ 4 എണ്ണം പോൾസാണ്, പിന്നെ ഒരു ജോയിൻറ്റ്, പിന്നെ മറ്റേ ഷീറ്റ് ഉണ്ട്. ഇനി നമ്മൾ പതിയെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടൊന്ന് നോക്കി മനസ്സിലാക്കുക. എന്നിട്ട് ഒരറ്റത്ത് നിന്ന് തുടങ്ങുക. അത്രേ ഉള്ളൂ ഈ DIY എന്ന് പറയുന്നത്. ഇതിനകത്ത് ഇവർ പറഞ്ഞിട്ടുണ്ട് നമുക്ക് ഇതൊരു ക്യൂബ് പോലാണല്ലോ, ക്യൂബോയിഡ് ആണല്ലോ, ക്യൂബ് പോലത്തെയാണ്, പക്ഷേ റെക്റ്റാങ്കിൾ ക്യൂബോയിഡ് ആണല്ലോ. അപ്പം നമുക്ക് സൈഡിൽ ഈ വരുന്നത് മുകളിലും താഴെയുള്ളത് 3 ആണ്. പിന്നെ ഇവിടെ 1ഉം 2ഉം ജോയിൻ്റ് ചെയ്യും. പിന്നെ മുകളിൽ വരുന്നത് അഗെയിൻ 3 ഉണ്ട്, 4,
അപ്പം 3ഉം 4ഉം മുകളിൽ ജോയിൻ ചെയ്യും. അപ്പോൾ ഇതെല്ലാവരും നമ്പറൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഒരു ഐഡിയ ഒക്കെ മനസ്സിലാക്കിയതിന് ശേഷം അങ്ങ് തുടങ്ങുക, അത്രേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു കോർണർ സെറ്റാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് വേണ്ടുന്ന ഒരു ഡി, അതായത് ഒരു ജോയിൻറ്റ്, പിന്നെ 2 3 പിന്നെ ഒരു 1, ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഈ 3 എണ്ണത്തിനകത്ത് നമുക്ക് ഫിറ്റ് ചെയ്യാനായിട്ട്, അപ്പോൾ ഇതിൽ 3 ഇതിൽ 1, അപ്പോൾ നമുക്കൊരു കോർണർ റെഡിയാവും. അപ്പോൾ എൻ്റെ ഒരു കോർണർ റെഡി ആയിട്ടുണ്ട്, ഒരു 3 3 1. ഇനി ബാക്കി പണിയൊക്കെ 1 കുറച്ച് ലോങ് ആണ് 3നെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. നല്ലപോലെ ഇതിനെ പുഷിൻ ചെയ്യുക. അപ്പോൾ നമുക്കൊരു കോർണർ റെഡിയായി. നമ്മളിനിപ്പോൾ ഈ 1 എടുത്തിട്ടില്ലേ, ഇതിലേക്ക് നമ്മളിനി ജോയിൻ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ട്യൂബിനെയാണ് ജോയിൻ ചെയ്യേണ്ടത്. അപ്പോൾ ഈ ട്യൂബിനുണ്ട് ഇതിൽ കയറാനായിട്ട് ചെറിയൊരു കുനു പോലത്തെ ഒരു സംഭവം ഉണ്ട്, അതിൻ്റെ അറ്റത്തൊരു എന്തോ ഒരു സംഭവമുണ്ട്. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ നമുക്ക് ആ ഹൈറ്റ് റെഡിയാവും. അപ്പോൾ അതാണ് നമ്മളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇതൊരു സ്പ്രിങ് പോലെയാണ്, ഇതിങ്ങനെ അതിനകത്തോട്ട് പുഷ് ചെയ്യുമ്പോൾ ഇത് അകത്തേക്ക് പോവും, എന്നിട്ട് ഇത് അതിൻ്റെ അകത്തേക്ക് അങ്ങ് കയറും. അപ്പോൾ നമുക്കിതൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഇതാക്കിയിട്ട് ഒന്ന് ഞെക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതിലേക്ക് കയറി ലോക്കായി. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ 2 ഇതും പിന്നെ ഇതിൻ്റെ ഹൈറ്റും റെഡിയാക്കി. ഇനി നമുക്ക് ഇതിൻ്റെ എല്ലാ സൈഡിലും ഓരോ ഇങ്ങനത്തെ ജോയിൻസ് വെച്ച് കൊടുക്കണം. അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഈ 1 ജോയിൻറ്റിലേക്ക് വെക്കുന്നു. എടുക്കുന്നു. നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കുക, അതൊന്ന് ജസ്റ്റ് പുഷ് ചെയ്ത് വെത്താൽ മതി. അപ്പോൾ അതിൽ ലോക്കായി വരും. അങ്ങനെ അത്രയും ഒരു സൈഡ് നമുക്ക് ആയിട്ടുണ്ട് ഇപ്പോൾ ഏകദേശം. ഇനി ബാക്കി മുകളും ഒക്കെ ഫിറ്റ് ചെയ്യണം. ഇത് കണ്ടോ, ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത് PVCൻ്റെ വലിയ പ്രശ്നം. ഇത് ജസ്റ്റ് ഹോളോ പൈപ്പ് ആയതുകൊണ്ട് തന്നെ ഇത് കാറ്റത്ത് പറന്നു പോകാനും വീണ് പോകാനൊക്കെ സംഭവമുണ്ട്. ഇപ്പോൾ നമ്മളിതിന് നല്ലപോലെ സ്റ്റഡി ആയിട്ട് ഫിറ്റ് ചെയ്തിട്ട് സ്റ്റഡി ആയിട്ട് എവിടെയെങ്കിലുമൊക്കെ കെട്ടി വെക്കേണ്ടി വരും, അല്ലെങ്കിൽ കാറ്റ് വരുമ്പോൾ മൊത്തം പറഞ്ഞു. ഇപ്പോൾ കാണാം മുകളിൽ നമുക്ക് ഒരു എന്താ പറയുക, ഒരു റെക്റ്റാങ്കിൾ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ഈ താഴെ ഉണ്ടല്ലോ, അതിനെ നമ്മൾ നീളത്തിൽ എക്സ്റ്റെൻഡ് ചെയ്യണം. അപ്പം നമ്മൾ ഇവിടെ ഈ ചെയ്തിട്ടുണ്ട് ലോക്ക് ചെയ്തതുപോലെ തന്നെ നമ്മളിതിലേക്ക് വേറൊരു ട്യൂബ് ആഡ് ചെയ്ത് അതിനെ എക്സ്റ്റെൻഡ് ചെയ്യണം. ഇപ്പോൾ ഇതൊരു സൈഡാണ്. ഇനി ബാക്കി എന്ന് പറയുന്നത് ഇപ്പം ഈ ചെയ്ത അതേ പ്രോസസ്സ് തന്നെ നമ്മൾ റിപ്പീറ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ താഴത്തെ നമ്മളിനി ഈ പിടിച്ച പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ ഇത് എക്സ്റ്റെൻഡ് ചെയ്യാനായിട്ട് നമ്മൾ 4 യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളിവിടെ 1ഉം 2ഉം ഇത് ഒരേപോലത്തെ തന്നെ സംഭവമാണ് 3 and 4. നമ്മളിതിലേക്ക് കണക്ട് ചെയ്യുക, അത്രേ ഉള്ളൂ. വളരെ ഈസിയാണ് ഇത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാനിത് ഇതിനെ എക്സ്റ്റെൻഡ് ചെയ്തു, ലെങ്ത് കറക്റ്റായി. അപ്പോൾ നമ്മുടെ ഫ്രെയിം റെഡിയായി. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഹൈറ്റ്, 150 സെൻറ്റിമീറ്ററാണ് ഇതിൻ്റെ ഹൈറ്റ് ഉള്ളത്. പിന്നെ നമുക്കിതിലേക്ക് എന്താണ് ഇടേണ്ടത്. അപ്പോൾ നമ്മളുടെ ഫ്രെയിം റെഡിയായി. എനിക്കിത് ഈ ഫ്രെയിം ബിൽഡ് ചെയ്യാനായിട്ട് ഏകദേശം ഒരു 5-10 മിനിറ്റിനിടയിലേ എടുത്തുള്ളൂ. ഭയങ്കര ഈസിയാണ്, വെറുതെ ഈ പോസെല്ലാം ഇടുക. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ളത് ഇതിൻ്റെ ഷീറ്റ് ഇടുക എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിന് ഒട്ടും ബലമില്ല. അതുണ്ടോ, ഇപ്പോൾ തന്നെ കണ്ടോ ആടുന്നുണ്ടോ. ഇത് നിലത്ത് നമ്മൾ ഫിക്സ് ചെയ്ത് വെക്കണം. അപ്പം നമുക്ക് നിലത്ത് വെക്കാനായിട്ടുള്ള ഇങ്ങനെ യു ഷേപ്പിലുള്ള സ്പൈക്സ് ഒക്കെ കിട്ടും. അതൊക്കെ നമുക്ക് നിലത്ത് അടിച്ച് വെക്കാം. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കെട്ടി വെച്ചില്ലെങ്കിൽ കാറ്റടിക്കുമ്പോൾ ഇത് പറഞ്ഞു. നമുക്ക് ലാസ്റ്റ് ബാക്കിയുള്ളത് ഇതാണ് ഇതിൻ്റെ PVC ഷീറ്റ്. ഇതിനകത്ത് അവർ ഷീറ്റ് ഇടുന്ന കാര്യമൊന്നും മനസ്സിലാവും. നമ്മൾ ജസ്റ്റ് തുറന്നിട്ട് ഇട്ടാൽ മതി. ഇങ്ങനെ പതിയെ ഓരോ സൈഡിൽ എന്നിട്ട് ഇതിനകത്ത് കണ്ടോ ഒരു നമുക്ക് ഹോളിൽ കെട്ടി വെക്കാനായിട്ടുള്ള സംഭവമുണ്ട്. നമുക്കിത് കെട്ടി വെച്ച് കഴിഞ്ഞാൽ അതിൽ അങ്ങനെ നിന്നോളൂ. ഇനി ഇത് ഓപ്പൺ ചെയ്ത് നമുക്ക് വോക്കിംഗ് പോലത്തെയാണ്. എൻ്റെ ഹൈറ്റ് തന്നെ ഇല്ല, ഒത്തിരി ഹൈറ്റ് ഉള്ളവർക്കൊക്കെ പാടാണ്. ഞാൻ വളരെ 155 ഹൈറ്റേ ഉള്ളൂ. ഇതിനെ തുറന്ന് നമുക്ക് കയറാം. ഇനി ഞാനിത് ഇട്ടിട്ട് ബാക്കി കാണാം കേട്ടോ.
അപ്പോൾ ഞാൻ ഇത് ഉണ്ടാക്കി കഴിഞ്ഞു. അപ്പോൾ എൻ്റെ ബാക്കിൽ കാണുന്ന അത്രേ ഉള്ളൂ. എൻ്റെ അത്രയും ഹൈറ്റ് എനിക്ക് എൻ്റെ തല ഫുൾ കൊള്ളില്ല. അപ്പോൾ ഒരു 150 സെൻറ്റിമീറ്റർ ഇതിന് ഹൈറ്റ് ഉള്ളൂ. എൻ്റെ മരം ചെറുതാണ്. അതൊരു 5-6 വർഷമൊക്കെ കഴിയുമ്പോൾ 150 ആണ് മാക്സിമം ഹൈറ്റ് ഇതിന് വരുന്നത്. അപ്പോൾ ഇത് ഓക്കെ ആയിരിക്കും. പക്ഷേ ഈ സാധനം വെച്ച് കഴിയുമ്പോൾ ഉണ്ടാ ഒരു വിലമില്ല. അത് താഴെ സ്പൈക്സ് അടിച്ച് വേണം വെക്കാനായിട്ട്. ഇപ്പോൾ എൻ്റെ അടുത്ത് തൽക്കാലം സ്പൈക്സ് ഇല്ല. എൻ്റെ അടുത്തുള്ളത് ഇങ്ങനെ സിംഗിൾ സ്പൈക്സാണ്. യു പോലെ ഇരിക്കുന്ന സ്പൈക്ക് വേണം വെക്കാനായിട്ട്. തൽക്കാലം ഞാൻ അതിനെ കെട്ടി വെക്കാൻ പോവാണ്. അപ്പോൾ ഇനിയിപ്പം വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ആക്ച്വലി എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഞാനിങ്ങനെ ഒരു വട്ടത്തിൽ ഇതിന് കുറച്ച് മത്സ്യരാൻ വേണ്ടി എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ഉള്ളിൽ വരും. അതുപോലെ തന്നെ ഇതിൻ്റെ പുറകിലൊരു കോൺക്രീറ്റ് പോളുണ്ട്. ചേരാവേ കണ്ടോ, ഇതും ഇതിനുള്ളിൽ വരേണ്ടതുപോലെ ആയിരുന്നു ഞാൻ പ്ലാൻ ചെയ്തത്. പക്ഷേ അത്രയും വീതി അതിനില്ല. അപ്പോൾ ഞാൻ ഒരുപാടെണ്ണം നോക്കിയിട്ടും ഈ ഒരു ടൈപ്പ് എനിക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പോൾ എനിക്കിതിൽ ഒത്തിരി പൈസ സ്പെൻഡ് ചെയ്യാൻ വലിയ താല്പര്യമില്ല. പക്ഷെ നമ്മുടെ മരം ഇതിനുള്ളിലാണ് കണ്ടോ. അപ്പോൾ ഇത് ഞാൻ വെച്ചു. ഇനിയിപ്പോൾ എൻ്റെ പ്ലാൻ എന്ന് പറയുന്നത് ഈ ഇതില്ലേ, അതിപ്പം തൽക്കാലം ഇപ്പം നിൽക്കുന്നത് ഈ കല്ലിൻ്റെ മുകളിലാണ്. അപ്പം ഞാൻ ജസ്റ്റ് കല്ലെടുത്ത് മാറ്റില്ലായിരിക്കും, കാരണം അത് മാറ്റുന്ന വലിയ പണിയായിരിക്കും. അല്ല പിന്നെ ഞാനതിന് ഇനിയിപ്പോൾ എനിക്കുള്ള ഒരു ഐഡിയ എന്ന് പറയുന്നത് ഞാൻ സ്ക്വയർ ആക്കണം, റൗണ്ട് മാറ്റിയിട്ട്. ചിലപ്പോൾ ഞാൻ അത് ചെയ്യും, ഒന്നെങ്കിൽ റൗണ്ട് മാറ്റി സ്ക്വയർ ആക്കുമായിരിക്കും. എന്നിട്ട് എൻ്റെ ഒരു ഐഡിയ എന്ന് പറയുന്നത് ഇത് ഉള്ളിൽ വരുവാണെന്നുണ്ടെങ്കിൽ എനിക്കിതിനെ ഈ പോളിൽ കെട്ടി വയ്ക്കാം എന്നുള്ളതായിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഉള്ളിലല്ല. അപ്പോൾ എനിക്ക് അത് കെട്ടി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ അതിന് ഉള്ളിലാക്കാൻ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ഒത്തിരി ചേർന്ന് നിൽക്കും. കണ്ടോ, ഞാനിങ്ങനെ പുഷ് ചെയ്ത് ബാക്കിലേക്ക് മാറ്റി കഴിയുമ്പോൾ ഉള്ളിലാവില്ല. മരം കുറച്ചധികം ഫ്രണ്ടിലേക്കാണ് നിൽക്കുന്നത്. അപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ ഇതിനെ ഇങ്ങനെ വെച്ചിട്ട് ഇതിനെ പതിയെ സ്പൈക്ക് ചെയ്ത് വെക്കാനായിട്ടുള്ള പരിപാടിയാണ്. എന്നിട്ട് നമുക്കിതിനെ എവിടെയെങ്കിലുമൊക്കെ കെട്ടിപിടിപ്പിച്ച് വെക്കാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഓറഞ്ചിന് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ ഗാർഡൻ ഹൗസ്. ഇത് വെറുതെ PVCൻ്റെ ഒരു ഷീറ്റാണ് കേട്ടോ. അത്രേ ഉള്ളൂ. ഞാനേ സ്പൈക്ക് വെക്കുന്നതിന് പകരം ഉണ്ടല്ലോ, ഇത് കണ്ടോ, ഇതുപോലെ ഈ ബാംബൂവിൻ്റെ സൈഡിൽ കൂടെ ഫിറ്റ് ചെയ്തു. ഇത് കുറച്ച് നീളം കൂടുതലാണ്, എനിക്ക് വേറൊന്നും കിട്ടിയില്ല. അതുപോലെ തന്നെ ഇത് എന്തൊക്കെയോ സ്റ്റിക്കാണ്. പക്ഷേ അത് നല്ലപോലെ ഞാൻ അടിച്ച് താഴേക്ക് ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് അതിലിനി ഞാൻ കെട്ടി വെക്കാൻ പോകും. അപ്പം നമുക്കൊരു സപ്പോർട്ടായില്ലേ. നമുക്ക് സ്പൈക്സ് വെക്കാം, പക്ഷെ തൽക്കാലത്തേക്കൊരു ടെമ്പററി സെറ്റപ്പായിട്ട് ഞാനിത് ചെയ്യുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇതൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. നമുക്ക് ഇന്ന രീതി തന്നെ ചെയ്യണമെന്നില്ലല്ലോ, ഇതവിടെ നിന്നാൽ പോരെ. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് ഞാനിപ്പോൾ തൽക്കാലം ഇതാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് നമ്മളൊരു ഗാർഡൻ ഹൗസ് ഉണ്ടാക്കി അത് വെക്കുന്നതായിരുന്നു. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആകുവാണെങ്കിൽ ആവട്ടെ എന്ന് വെച്ചിട്ടാണേ. അപ്പോൾ ശരി എന്നാൽ, ബൈ ബൈ.